രാവിലെ മുട്ടക്കറി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് എന്നെ കൊതിപ്പിച്ചാണ്. ആണ്ടെ ഇപ്പൊ ഉള്ളിക്കറി മാത്രം. ഈ രാമയുടെ ചേട്ടാ അവിടെ പണയം കിടക്കുന്നു. മുട്ട മോഷ്ടിച്ച രാമേട്ടനാണെന്ന് പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് പണയം കിടക്കുന്നു. ഇന്ന് ആഹാരം കഴിക്കില്ല, നിരാഹാരം ഇരിക്കാൻ പോണം. നിരാഹാരം കിടക്കുന്നു. സത്യം തെളിയുന്നവരെ അവിടെ ഇരിക്കാൻ പോണെന്നാണ് പറഞ്ഞു. ഇത് വെറും ഉടായിപ്പാണ്. അപ്പോ രാമങ്കളാണ് കുറ്റം ചെയ്തത്. ഞാൻ ഇവിടെ പച്ചവെള്ളം പോലെ തെളിയിച്ചല്ലേ. അല്ല, അവനെ കൊണ്ട് നിരാഹാരം കിടക്കാനൊന്നും പറ്റുന്നില്ല, അത് എനിക്കറിയാം. ഞാൻ പോയി അവനെ വിളിച്ചോണ്ട് വരാം. ഞാൻ വരാം. ആ വാ. ആരും കഴിക്കണില്ലേ? അവൻ വന്നിട്ട് കഴിക്കാം. അവനവിടെ വിളിച്ചോണ്ട് വെച്ചു. മക്കളെ ഇടിച്ച് വാട ആഹാരം കഴിക്കാൻ. ഞാൻ പറഞ്ഞില്ല അച്ഛാ, ആഹാരം കഴിക്കാൻ വിളിക്കുമ്പോ മുട കാണിക്കല്ലേ. അച്ഛനെ കൂടെ എന്നെ കള്ളനാക്കിയില്ലേ? മക്കളെ നീ ചെയ്യൂലെന്ന് അച്ഛൻ അറിയാം. നീ നല്ലവനല്ലേ? ഡാഡി പിള്ളേ, അപ്പൊ അച്ഛനാണ് മോട്ടിച്ചല്ലേ? ആവശ്യമില്ല എന്റെ പടയിൽ കൊണ്ടുവിടല്ലേ, പറഞ്ഞില്ലാന്നുണ്ടാ. ചുമ്മാ ബഹളം ഉണ്ടാക്കല്ലേ. അങ്ങളെ വാ കഴിക്കാൻ പോവാ. ഞാൻ വരണില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. എപ്പാ? കുറച്ച് മുമ്പേ പറഞ്ഞതാ, ഇപ്പോഴും പറഞ്ഞു ഞാൻ വരണില്ല. ഇത് എന്ത് കഷ്ടം ഇത്. അങ്ങളെ ഈ പ്രശ്നത്തിന് ഞാൻ ഒരു സൊല്യൂഷൻ പറയാം. നമ്മുടെ വീട്ടിൽ നിന്ന് എത്ര മുട്ടയാണ് കാണാൻ പോയെ? എത്ര മുട്ടയാണ് നിനക്ക് അറിഞ്ഞൂടി? അപ്പൊ നിങ്ങൾ എണ്ണീട്ടല്ലേ ഇപ്പൊ മുട്ട എടുത്തേ? ചവിട്ടി കരുതുന്നുണ്ടല്ലോ. അതല്ല, നമ്മളെ വീട്ടിൽ നിന്ന് 10 മുട്ടയാണല്ലോ കാണാതെ പോയത്. ആണേ, ഓ ആ 10 മുട്ട നിങ്ങൾ കടയിൽ പോയി മേടിച്ചോണ്ട് വരണം. എന്നിട്ട് ആ ഫ്രിഡ്ജിനകത്ത് കൊണ്ട് വെക്കണം. വച്ചു കഴിഞ്ഞാൽ നിങ്ങളെ മുട്ടക്കള്ളൻ എന്നുള്ള പേരും പോവും, നിങ്ങളുടെ ഇമേജും തിരിച്ചു കിട്ടും. ശരി, മുട്ട ഞാൻ വാങ്ങിച്ചു വെക്കാം. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ അല്ല ഈ മുട്ട എടുത്തത്. ഈ മുട്ട തിന്നവൻ ഏതവനാണെങ്കിലും അപ്പൊ മുട്ട ശാവം അടിച്ച് പുഴുത്ത് മുട്ട പുഴുവ ഇവിടെ കിടക്കണത് ഞാൻ കാണും. എന്റെ മുട്ട ശാവം വലിക്കും. ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ മക്കളെ? വാ, നമുക്ക് ആഹാരം കഴിക്കാൻ പോവാം. ആളെ കൊന്നിട്ട് മോഷ്ടിച്ച മുട്ടയുമായി കടന്ന പ്രതിയുടെ പോക്കറ്റിൽ നിന്നും മൽപ്പിടുത്തത്തിനിടയിലാണ് പോലീസ് മുട്ടത്തോട് കണ്ടെത്തിയത്. മുട്ടയ്ക്ക് വേണ്ടി ഒരാളെ കൊല്ലേക്കെന്ന് വെച്ചാ? എടി പിങ്കി, നേരത്തെ ഞാൻ പറഞ്ഞു മുട്ട ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ചിലപ്പോ കൊല്ലേണ്ടിയൊക്കെ വരും. അതിവിടെ പറയേണ്ട ആവശ്യം തോന്നുന്നു. എന്നാൽ എന്റെ 10 മുട്ട എവിടെ പോയെന്നറിയാൻ എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. എന്റെ പൊന്നപ്പച്ചി ഒന്ന് സമാധാനപ്പെട്. 10 മുട്ടയായിട്ട് രാമങ്ങൾ ഇപ്പൊ വരൂലേ? എന്റെ 10 മുട്ട എവിടെ പോയെന്നാലും? ഓ, ആ 10 മുട്ട എവിടെയെങ്കിലും പോട്ട്. ഞാൻ കട്ടെടുത്തു എന്ന് നിങ്ങളെല്ലാം കൂടെ പറഞ്ഞ കള്ളക്കഥയെ തുടർന്ന് കള്ളനല്ലാത്ത പാവം ഞാൻ വാങ്ങിച്ച 10 മുട്ട എന്നാ. ഭയങ്കര ഡയലോഗ് ആണല്ലോ. എന്റെ നാക്കണ മരണമെങ്കിൽ ഇത്രയെങ്കിലും പറയല്ലേ. എല്ലാം വിട്, എല്ലാം മറന്നോടാ. വാ, മുട്ട കിട്ടിയില്ല, നമുക്ക് ബുൾസ് ഉണ്ടാക്കി തിന്നാം. അയ്യേ, ഇന്നിന് ഞാൻ ഒന്നും ഉണ്ടാക്കണില്ല. നമുക്ക് നാളെ മുട്ട അവിയലുണ്ടാക്കാം. നാളെയും മുട്ട അവിയല്ല? നാളെയും എന്ന് പറഞ്ഞാൽ ഇന്നേ ഉണ്ടാക്കില്ലല്ലോ. മുട്ട വാങ്ങിച്ചോണ്ട് വരണ്ടേത്. അപ്പച്ചി, ഈ മുട്ട അവിയൽ എങ്ങനെ ഉണ്ടാക്കണേ? സസ്പെൻസ്. വലിയ ഹസ്ബൻഡ് ഒന്നുമില്ല, വേണം ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ മോട്ടിക്കാത്ത 10 മുട്ട എടുത്ത് പുഴുങ്ങി അതിനെ കഴുകി അരിഞ്ഞ് കുറച്ച് കിഴങ്ങും കൂടെ പുഴുങ്ങിയിട്ടിട്ട് അതിനകത്ത് കുറച്ച് ഉള്ളി അരിഞ്ഞിട്ട് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് നശയ്ക്ക് പൊശക്കി എടുക്കുന്ന ഒരു സാധനമാണ് ഈ മുട്ട അവിയൽ. കൊള്ളാമോ? അപ്പൊ നീ കഴിക്കണ്ട.
എന്തിനാ എന്തിനാ എന്തിനു പറ്റിയത്? എന്ത് പറ്റിയത് മനസ്സിലായില്ലേ? ആ? മുട്ട കള്ളി പിടിയിലായി. മുട്ടക്കില്ല ഇവളാ? ആ പിന്നെ ആര്? അതെങ്ങനെയാ ചേട്ടൻ അറിയാന്ന്? ഞാൻ ഇന്നലെ 10 മുട്ട വാങ്ങിച്ചോണ്ടൊന്നില്ലേ, അതിനെ ഞാൻ നൈസായിട്ട് പൊട്ടിച്ചിട്ട് കുറച്ച് കാന്താരി അരച്ച് കലക്കി അതിന്റെ ജ്യൂസിനെ ഇഞ്ചക്ഷൻ എടുത്ത് വെച്ചിരുന്ന. എന്തടി നീർന്നാടി? നീ മുട്ട എടുത്ത് മുഖത്ത് വെച്ചെന്തിന്? അതപ്പച്ചി ഒട്ട് മുഖത്ത് വെച്ച് കഴിഞ്ഞാൽ വെളുക്കും എന്റെ ഫ്രണ്ട്സ് പറഞ്ഞു. എടി പിങ്കി, ഇതാണ് ദൈവം ഉണ്ടെന്ന് പറയുന്നത്. ഇന്നലെ നീ എന്തെല്ലാം ഡയലോഗാണ് എന്റെ അടുത്ത് അടിച്ചത്. അപ്പച്ചിക്ക് എന്റെ അത്ര സൗന്ദര്യം പോരാ, അതുകൊണ്ട് ബ്യൂട്ടി ടിപ്സ് പരീക്ഷിക്കാനായിട്ട് അപ്പച്ചി മുട്ട എടുത്ത് കാണും. നിനക്ക് അങ്ങനെയാണ് വേണടി കള്ളിപ്പിങ്കി. കുറച്ചുകൂടെ വെളുക്കിട്ടിരുന്ന എന്തൊക്കെയാ നിന്റെ ഡയലോഗ്? ഇങ്ങോട്ട് പാടി. നീ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ, നിന്റെ ബ്ലൂ പ്രിന്റ്, നിന്നെ മക്കളെ നീ നല്ലതുപോലെ വെളുത്തല്ലേ?